നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ പുനർജന്മം എന്ന കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് നേരിട്ട് പോകാം. പ്രിയ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. രവിക്ക് എന്താണ് സംഭവിച്ചത്? തന്നെ മറന്നത് പോകട്ടെ, എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ മറക്കാൻ പറ്റി? ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ചിന്നുവിൻ്റെ ഓടിച്ചെന്നുള്ള കെട്ടിപ്പിടുത്തവും മുത്തുവിനെ ആദ്യം എടുക്കാത്തതിലുള്ള അവളുടെ കരച്ചിലുമൊക്കെ എങ്ങനെ രവിക്ക് മറക്കാൻ പറ്റി? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താൻ ഈ പിഞ്ചു മക്കളോട് എന്ത് പറയും? കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ഒന്നുമറിയാതെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ പ്രിയ നോക്കി. രാത്രിയുടെ യാമങ്ങൾ എണ്ണി എണ്ണി അവൾ കിടന്നു. നേരം പുലർന്നിട്ടും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തങ്ങൾ രണ്ടുപേരും വിവാഹം വേർപിരിഞ്ഞതും രവി കാമുകിയുമായി വേറെ ജീവിക്കാൻ തുടങ്ങിയതുമൊക്കെ ഒരു ദുസ്വപ്നം കണക്കെ തലയിൽ കിടന്ന് പുകയുകയാണ്. മനസ്സിൽ വേണ്ടാത്ത പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ എന്തോ ഒന്നിനും സാധിക്കുന്നില്ല. ദിവസങ്ങളും ആഴ്ചകളും പോയിക്കൊണ്ടിരുന്നു. താൻ അബലയായിട്ടിരിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളെ വളർത്തണം, അവരുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല എന്ന ഒരു ഉൾവിളി ശക്തമായി മനസ്സിൽ പൊന്തി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി നിലമ്പൂർ പോകാൻ താൻ തീരുമാനിച്ചു. തൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും അടങ്ങിയ കുടുംബം ഏറെ കാലമായി അവിടെ ഹോം സ്റ്റേ ബിസിനസ് നടത്തുന്നവരാണ്. തൻ്റെ പ്രശ്നം ഇതുവരെ അവരെ ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പ്രിയ ഉൾക്കിടിലത്തോടെ ഓർത്തു. പഠിക്കുന്ന കാലത്തെ ഒരു അവിവേകമാണ് ജീവിതം ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഒടുവിൽ വാശി പിടിച്ചപ്പോൾ വീട്ടുകാർ സമ്മതിച്ച് തന്നെയാണ് തങ്ങൾ ഒന്നിച്ചായത്. പോക്കുവരവ് അധികമില്ലെങ്കിലും താൻ ഇടയ്ക്ക് ഫോണിൽ അമ്മയുമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഒടുവിൽ വീട് പൂട്ടി താക്കോൽ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചു. കുട്ടികളെയും കൊണ്ട് ഒരു ടാക്സി വിളിച്ച് നിലമ്പൂർക്ക് പോയി. ഒന്നും പറയാതെ കുട്ടികളെയും കൊണ്ട് ചെന്ന് കയറിയപ്പോൾ അമ്മയ്ക്ക് ആകെ അത്ഭുതമായി. കുട്ടികളെ വാരിയെടുത്ത് അമ്മ പുന്നാരിച്ചു. ചേട്ടനും അച്ഛനും വീട്ടിലില്ലായിരുന്നു. എന്തോ ബിസിനസ് ആവശ്യത്തിനായി അവർ തേനിക്ക് പോയിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. അമ്മ രവിയെ തിരക്കി. വന്നില്ല എന്ന് മാത്രം മറുപടി പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് താൻ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞു. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. തൻ്റെ കരച്ചിൽ കൊണ്ട് പൊന്നും മുത്തുവും വലിയ വായിൽ കരയാൻ തുടങ്ങി. അപ്പോൾ താൻ അവരെയും ചേർത്ത് പിടിച്ചു. ഒടുവിൽ അമ്മയ്ക്കെല്ലാം മനസ്സിലായി. അമ്മ ധൈര്യം കൈവിടാതെ സാവധാനം എന്നെ സമാധാനിപ്പിച്ചു. അച്ഛനും ചേട്ടനും തിരിച്ചു വരുന്നതിന് മുമ്പേ അമ്മ അച്ഛനോട് ഫോണിൽ വിവരം പറഞ്ഞതുകൊണ്ടാകാം അവർ രണ്ടുപേരും വളരെ സ്വാഭാവികമായി മാത്രമാണ് എന്നോട് പെരുമാറിയത്. അവർ വന്നപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിരുന്നു. രാവിലെ അവരെ സ്നേഹത്തോടെ ചേട്ടൻ വിളിച്ചുണർത്തി. വിശേഷങ്ങൾ ചോദിച്ചു. കയ്യിൽ കരുതിയിരുന്ന കാഡ്ബറി പാക്കറ്റ് കൊടുത്തു. കുട്ടികൾക്കത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അച്ഛനും ആ അന്തരീക്ഷം വളരെ സമചിത്തതയോടെയാണ് കൈകാര്യം ചെയ്തത്. എൻ്റെ മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നി. ഞാനും ആകെ സുരക്ഷിതയായതുപോലെ. കാലങ്ങൾ ഓടിപ്പോയി. ഇന്ന് കുട്ടികൾ നിലമ്പൂർ കുറച്ച് ദൂരെയുള്ള പേരുകേട്ടൊരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുകയാണ്. 2 ആഴ്ച കൂടുമ്പോൾ ചേട്ടൻ പോയി അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും. ചേട്ടൻ്റെ കുട്ടികളും അവർക്കൊപ്പം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും സന്തോഷമാണ്. ഞങ്ങളുടെ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഞാനൊരു ബാംബു ആൻഡ് കെയിൻ ക്രാഫ്റ്റ് ഷോപ്പ് നടത്തുകയാണിപ്പോൾ. കൈത്തൊഴിൽ ചെയ്യാൻ ഇവിടെ ധാരാളം ആളുകളെ കിട്ടുന്നതുകൊണ്ട് ഒരുവിധം വൻതോതിൽ തന്നെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. തറവാട് വീടിനോട് ചേർന്ന് തന്നെ എനിക്കും കുഞ്ഞുങ്ങൾക്കുമായി ഒരു ചെറിയ വീട് ഇതിനോടകം ഞാൻ പണിതു. അച്ഛനും എന്നെ അതിന് സഹായിച്ചിരുന്നു. കുട്ടികൾ വളരെ പക്വതയുള്ള സ്വഭാവക്കാരായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും വാക്കിലോ പ്രവൃത്തിയിലോ ചെയ്യാറില്ല. തിരക്കുകൾ തൻ്റെ ജീവിതം വേഗത്തിൽ തള്ളിക്കൊണ്ടു പോയിക്കൊണ്ടിരുന്നു. പഴയ ഒരു സുഹൃത്ത് വഴിയാണ് രവിക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം താൻ അറിഞ്ഞത്. രവി വളരെ പരിതാപകരമായ അവസ്ഥയിലാണിപ്പോൾ എന്ന് മിഥുൻ പറഞ്ഞു. താനുമായുള്ള വേർപിരിയലിന് ശേഷം കഷ്ടിച്ചൊരു വർഷമേ അയാളുടെ കാമുകി കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ബിസിനസ്സിൽ ഉണ്ടാക്കിയ കാശെല്ലാം അടിച്ചെടുത്ത് അവൾ മുങ്ങി. ഒടുവിൽ ബിസിനസ് തകർന്നു. ജീവിതം ഒറ്റപ്പെട്ടു. രവി പിന്നെ കുടി തുടങ്ങി. പല സുഹൃത്തുക്കളും ശ്രമിച്ചെങ്കിലും രവിക്ക് തന്നെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് മിഥുൻ തന്നോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞത്. ഞാൻ ആദ്യം ഒരുതരം നിർവികാരതയോടെയാണ് വിവരങ്ങൾ കേട്ടത്. അന്ന് രാത്രി കാലങ്ങൾക്ക് ശേഷം പകലത്തെ ജോലിയുടെ ക്ഷീണമുണ്ടായിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിച്ചു. രാത്രി വളരെ വൈകി. എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. രാവിലെ എണീറ്റ് കട്ടിലിൽ ഇരുന്ന് കുറച്ചു നേരം കൂടെ വീണ്ടും ആലോചിച്ചു. പിന്നെ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ മരണം അമ്മയെ ആകെ തളർത്തിയിരുന്നു. കുറച്ച് നാളായി ഒന്നിലും ഇടപെടാറില്ല.
ഞാൻ മുറിയിൽ ചെന്നപ്പോൾ നടുവേദന കാരണം അമ്മ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അമ്മയുടെ അടുത്തിരുന്ന് വിശേഷം ചോദിച്ചതിന് ശേഷം ഞാൻ രവിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ കണ്ണുകൾ ഉയർത്തി എന്നെ ഒന്ന് നോക്കി. എൻ്റെ മനസ്സ് അമ്മ വായിച്ചെടുത്തു. മോൾ എന്ത് തീരുമാനിച്ചു എന്ന് മാത്രം ചോദിച്ചു. അമ്മേ, ഞാൻ രവിയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? അമ്മ ഒന്നും മിണ്ടാതെ എൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. എൻ്റെ കണ്ണുനീർ അമ്മയുടെ കവിളിൽ വീണ് ചിതറി. കുനിഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കിടന്നു. പിന്നീട് ഞാൻ അവിടെ നിന്നിറങ്ങി. പിന്നെ നടന്നതൊക്കെ ഒരു സിനിമയെ വെല്ലുന്ന കാര്യങ്ങളായിരുന്നു. അച്ഛൻ്റെ സ്ഥാനത്ത് ഇന്നെനിക്ക് ചേട്ടൻ മാത്രമായതുകൊണ്ട് ചേട്ടനെ വിളിച്ച് ഞാൻ സങ്കടം പറഞ്ഞു. ചേട്ടൻ മൗനാനുവാദം തന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. മിഥുൻ എന്നെ കാത്ത് ഹോസ്പിറ്റലിൽ നിന്നിരുന്നു. ഞങ്ങൾ മുറിയിൽ ചെന്നപ്പോൾ രവി മയക്കത്തിലായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഡോക്ടർ പതിയെ രവിയെ തട്ടി വിളിച്ചു. രവി കണ്ണുകൾ പതിയെ തുറന്ന് പരതിയപ്പോൾ ചുറ്റും കുറേ പേർ നിൽക്കുന്നു. ഒടുവിൽ കണ്ണു വന്ന് തറച്ചത് പ്രിയയിലാണ്. വിശ്വസിക്കാനാകാതെ വീണ്ടും വീണ്ടും കണ്ണുകൾ അടച്ചു തുറന്നു. പിന്നെ പെട്ടെന്ന് വിതുമ്പി കരഞ്ഞു. എന്തൊക്കെയോ പറയാൻ ചുണ്ടുകൾ വിതുമ്പി. കണ്ണീരടക്കി നിന്നിരുന്ന പ്രിയ കുനിഞ്ഞ് രവിയുടെ മുഖത്തേക്ക് വീണു. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.